കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ പറയട്ടെ. നിങ്ങൾ ആർക്കെങ്കിലും ശത്രുത ഉണ്ടാക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒട്ടും ഒരു ബുദ്ധിമുട്ടില്ലാന്ന് നിങ്ങൾക്ക് അറിയാലോ. പൈസ നിങ്ങൾ കടം കൊടുത്തിട്ട് അവരുടെ അടുത്ത് നിന്ന് തിരിച്ചു വച്ചാൽ മതി. എൻ്റെ പൊന്നോ, ഈ ലോകത്തിലെ ഏറ്റവും മോശപ്പെട്ട ആൾക്കാർ നമ്മളാവും. നമ്മളൊരാളെ നന്നായി സഹായിക്കുക, അവരുടെ കഷ്ടപ്പാടിൽ കൂടെ നിൽക്കുക, അവർക്ക് അവസരങ്ങൾ കൊടുക്കുക, അവരെ വളരാൻ അനുവദിക്കുക. ഏ ഈ ആൾക്കാരിൽ നിന്നായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് പണി കിട്ടിയിട്ടുണ്ടാവുക. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രുതയും ഇവരായിരിക്കും. നമ്മൾ ചെയ്ത തെറ്റെന്താണെന്ന് അറിയാം, അവരെ സഹായിച്ചു, അവരുടെ ബുദ്ധിമുട്ട് കണ്ടിട്ട് നമ്മൾ ചെന്നു. പിന്നെ പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടൊരു കാര്യമുണ്ടോ? ആവശ്യമില്ലാത്ത കുറ്റങ്ങളും കാര്യങ്ങളൊക്കെ പറയാം മറ്റുള്ളവരുടെ അടുത്ത് നമ്മളെക്കുറിച്ചിട്ട്. അവരുടെ കാര്യങ്ങൾ പറഞ്ഞാൽ ആരും കേൾക്കില്ല, നമ്മളാണല്ലോ ഭയങ്കര ഫെയിമായ, അപ്പോൾ അവരെക്കുറിച്ച് പറയാം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കുറേയൊക്കെ മനസ്സിൽ അങ്ങനെ വിചാരിക്കേണ്ടത്. ഈ ആളുകൾക്ക് മറ്റൊരാളെ കുറിച്ചിട്ട് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ ഒരു ആകാംക്ഷ കൂടുതലാണ്, ഒരു എക്സൈറ്റ്മെൻറ്റ്. ഇതാണ് പലരും എടുക്കുന്നത്. ഇന്നും ഞാൻ കാണുന്നൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരാളുടെ കുറ്റം പറഞ്ഞിട്ടുള്ള പല ബന്ധങ്ങളിലാണ് ഞാൻ പലപ്പോഴും കാണാറ്. ഭാര്യയും ഭർത്താവും ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും അവരവരുടെ ഫ്രണ്ട്സിന് അവരെക്കുറിച്ചുള്ള കുറ്റം, ഇവരെക്കുറിച്ചുള്ള കുറ്റം. നിങ്ങൾക്ക് ഒരാളോട് വേറൊരു ബന്ധം പുലർത്തണമെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ രീതിയിൽ പൊക്കോ. എൻ്റെ ഭാര്യ ഇങ്ങനെയാണ്, എൻ്റെ ഭർത്താവ് ഇങ്ങനെയാണ്, ഇങ്ങനെ കുറേ കുറ്റങ്ങളും കാര്യങ്ങളൊക്കെ പറയും. പിന്നെ ഈ വന്നിരിക്കുന്ന മഹാനും മഹതിയായിരിക്കുമല്ലോ പിന്നെ ഏറ്റവും നല്ല ആൾക്കാർ. ഇതൊന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർഗ്ഗങ്ങളുണ്ട്, വിവാഹം വേണ്ടെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് പോവാം. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഈ വിവാഹത്തിലേക്കൊക്കെ പോകുമ്പോൾ, കല്യാണമൊക്കെ പറയുമ്പോൾ അതൊരു തമാശക്കളിയല്ല, നന്നായി ആലോചിച്ചിട്ടൊക്കെ എടുക്കേണ്ട ഒരു തീരുമാനമാണ്. ഒപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നിന്ന് സഹായിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇന്നത്തെ കാലഘട്ടമൊക്കെ മാറിപ്പോയി. ഇപ്പോൾ ഇഷ്ടം പോലെ ടോക്സിക് ആണെങ്കിലും റിലേഷൻഷിപ്പ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും അങ്ങോട്ട് പോകുമ്പോഴേക്കും ടോക്സിക് ആവും. എന്താണെന്ന് പോലും അത് മനസ്സിലാക്കുന്നതിന് മുമ്പ്. പലപ്പോഴും കാണുന്നൊരു കാര്യമാണ്, അങ്ങോട്ട് പറഞ്ഞില്ല ഇങ്ങോട്ട് പറഞ്ഞില്ല, അത് ചെയ്തില്ല ഇതില്ല. നമ്മൾ പറയും വിഷ്വൽ ഓഡിറ്ററി കനസ്തെറ്റിക്. വിഷ്വലായിട്ടുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് വിഷ്വലി കുറേ ഗിഫ്റ്റ് കാര്യങ്ങൾ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരാവും. അതുങ്ങളോട് പോയിട്ട് വലിയ പഞ്ചാര വാക്കുകളും പൊന്നാര വാക്കുകളൊന്നും പറഞ്ഞിട്ടൊന്നും അവിടെ ഏൽക്കില്ല. അവർക്കിങ്ങനെ കയ്യിൽ സമ്മാനങ്ങളും കാര്യങ്ങളൊക്കെ കാണണം, എന്നാൽ തന്നെ ആവുള്ളൂ. അതാണ് ബെസ്റ്റ്. ഇനി ഓഡിറ്ററി ഉള്ള മനുഷ്യനാണെങ്കിൽ അവർക്ക് വിഷ്വൽ സാധനമായിട്ട് ഗിഫ്റ്റ് കൊടുത്താലോ, ഓ ഈ ഗിഫ്റ്റ് കൊടുക്കാൻ ഇതിനൊക്കെയാണ് നേരമുള്ളൂ, ഒരു നല്ല വാക്ക് പറയാനില്ല, ഒന്നും കേൾക്കില്ല, എൻ്റെ വിഷമങ്ങൾ കേൾക്കില്ല, സംസാരിക്കില്ല, ഞാൻ പറയുന്നത് കേൾക്കില്ല, ഇങ്ങനത്തെ രീതിയിലായിരിക്കും. ഇനി കെനസ്തെറ്റിക് ആണെങ്കിലോ, നമ്മൾ എത്ര അങ്ങോട്ട് എന്തൊക്കെ തന്നാലും കൊടുത്താലും സ്നേഹം പ്രകടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് ചേർത്ത് നിർത്തുക, നമ്മളൊരു സങ്കടവും പോകുമ്പോൾ നമ്മളെ ഒന്ന് അടുത്ത് നിർത്തുക, അങ്ങനെയുള്ള ഒരു പരിപാടിയില്ല. ഞാനിത് സ്ഥിരം കേൾക്കുന്ന കാര്യമാണ്. ഒന്നില്ലെങ്കിൽ ഇങ്ങനെ, ഒന്നില്ലെങ്കിൽ അങ്ങനെ. ചില ആൾക്കാർക്ക് സ്നേഹം പ്രകടിപ്പിക്കുന്നു കൂടുന്നു, ചില ആൾക്കാർക്ക് സ്നേഹം പ്രകടിപ്പിക്കുന്നില്ല. ഇങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്യൂസാണ്. ആൾക്കാർക്ക് എന്താ പറയുക, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ഇപ്പോൾ ഇങ്ങനത്തെ ഇഷ്യൂസിലേക്ക് പോവാം. പിന്നെ ഈ പറഞ്ഞ മാതിരി ഇഷ്ടംപോലെ ഈ നാർസിസ്റ്റ് അങ്ങനത്തെയൊക്കെ ബന്ധങ്ങൾ വേറെ കേട്ടോ. അപ്പം ഞാൻ ആ രീതിയിലല്ല പറയുന്നത്, ഒരു കോമൺ കാര്യങ്ങളാണ് പറയുന്നത്. നമ്മൾ പറയില്ലേ, ഒരു ഒരു വെളിച്ചം കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന ഈയാമ്പാറ്റകൾ മാതിരിയുള്ള കുറേ ആൾക്കാരുണ്ട്. പലപ്പോഴും ഈ ആളുകൾക്ക് ഇടയിൽ നിന്നുകൊണ്ട് ഈ മറ്റുള്ളവർ പറയുന്നതിലാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എപ്പോഴും ഒരു ഹസ്ബൻഡ് വൈഫിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, അവർ തമ്മിൽ ഡിസ്കസ് ചെയ്യണം കുറേ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോഴേ കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കാനും അവർക്ക് കുറേ കാര്യങ്ങൾ പറയാനും പറ്റും. ശരിയാണ്, ലൈഫല്ലേ, മുന്നോട്ട് പോകുമ്പോൾ ചില കാര്യങ്ങൾ ഓക്കെ അല്ലാണ്ടൊക്കെ വരും, പ്രശ്നങ്ങൾ വരും. കുറേ പ്രശ്നങ്ങൾ, കടങ്ങൾ, പ്രാരാബ്ധങ്ങൾ, ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ എല്ലായ്പ്പോഴും ഒരേമാതിരി പ്രകടമാക്കാൻ പറ്റണമെന്നൊന്നുമില്ല. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറയുക, മനസ്സിലാക്കുക, അതനുസരിച്ചിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതൊക്കെ ഒരു മിനിമം ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷെ നമ്മുടെ ആൾക്കാർക്ക് അതിനൊന്നും പറ്റില്ല. പിന്നെ നിങ്ങളിപ്പോൾ ഒരു അടുത്ത റിലേഷൻഷിപ്പിലേക്ക് പോവുക, കഴിക്കുക, ഇന്നിപ്പോൾ പറയില്ലേ, അപ്പോൾ അമേരിക്കയ്ക്ക് പോകണം, ഇംഗ്ലണ്ട് പോകണം, UK പോകണം, മറ്റേത് പോകണം. ഇനിയിപ്പോൾ അവിടെ പോയ ആൾക്കാർ ഇപ്പോൾ ജോലി കിട്ടാതെ അവിടെയും കഷ്ടപ്പെടുന്നുണ്ട്. ഇനിയിപ്പോൾ വേറൊരു വിവാഹ ബന്ധത്തിലേക്ക് പോകുമ്പോഴും നിങ്ങളെപ്പോഴും ആലോചിക്കേണ്ടത്, നിങ്ങളെല്ലാം പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഓക്കെ ആവാതെയാണോ വേറെ ബന്ധത്തിലേക്ക് പോകണം നിങ്ങൾ നോക്കണം കേട്ടോ. കാരണം സെൽഫ് അനാലിസിസ് ചെയ്യാണ്ട് നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. പിന്നെ ഇന്നത്തെ ഇതിലിപ്പോൾ വേറെ വിവാഹം കഴിച്ച് പോകണതും താവണതൊന്നും വലിയ കുഴപ്പമൊന്നും ആൾക്കാർക്ക് തോന്നുന്നില്ല. ഇന്ന് കുറേ കുട്ടികൾ കല്യാണമേ കഴിക്കേണ്ടെന്ന് തീരുമാനിച്ചവരുണ്ട്. നല്ല കാര്യം.
തീരുമാനം എടുത്തിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ കഴിച്ചാൽ മതി. വല്ലവനെയും വല്ലവളേനെയും മനസ്സിൽ വരുത്തിയിട്ട് വേണ്ട. കല്യാണം കഴിച്ചിട്ടും എനിക്ക് അത് കഴിച്ചാൽ മതിയായിരുന്നു, ആ പഴയ ആൾ ഇങ്ങനെയായിരുന്നെങ്കിൽ, പഴയ അവൾ ഇങ്ങനെയായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കഴിക്കുക, ഇല്ലെങ്കിൽ പുതിയ ലൈഫിലേക്ക് വരുമ്പോൾ അതാവുക. ഈ പറഞ്ഞൊരു ജീവിതത്തിലേക്ക് പോകുന്ന സമയത്ത് പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും ഒരുപാട് സ്വപ്നങ്ങളായിട്ടൊക്കെ തന്നെയാണ് വരുന്നത്. ഇനി ഇതിൻ്റെ ഇടയിലേക്ക് കുട്ടികളും വരും. കുട്ടികളെയും കൊണ്ടുവന്ന് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ ഇടയിൽ അവരാണ് ഇതിൻ്റെ ഇടയിൽ സഫർ ചെയ്യണത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആളുകളുടെ ഇടയിൽ ഈ ബന്ധങ്ങളുടെ ഒരു വാല്യൂ, ഇമ്പോർട്ടൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് മാറ്റമായി. നമ്മളുടെ കാഴ്ചപ്പാടുകൾ, ഇഷ്ടങ്ങളൊക്കെ മാറിക്കഴിയും. ഫുഡിൻ്റെ റിവ്യൂ പറയുന്നതല്ലല്ലോ ജീവിതം. നമുക്കത് നന്നല്ലെങ്കിൽ നല്ലതാന്ന് പറയാം. കാരണം എന്താ വെച്ചാൽ നമുക്കപ്പുറത്ത് അവർ പോക്കറ്റ് മണി തരുന്നുണ്ടാവും ചിലപ്പോൾ. പക്ഷേ എല്ലാവരും അങ്ങനെയല്ല, സിൻസിയറായിട്ടും ഉണ്ട്. ഇത് ഞാനെന്താ പറയാൻ കാരണം എന്ന് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ട് ഞാനും ചില ഭക്ഷണം കഴിക്കാൻ പോയിട്ടുണ്ട്. എൻ്റെ ദൈവമേ, ഇങ്ങനെ നുണ പറയുമോ ആൾക്കാർ എന്ന് തോന്നിയിട്ടുണ്ട് എനിക്കും. അപ്പോൾ നമുക്ക് ഓക്കെ ആയ ഭക്ഷണത്തിന് നമുക്ക് ഓക്കെ ആവാം, എല്ലാവർക്കും അത് ഓക്കെ ആവണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുമാതിരി തന്നെയാണ് പല കാര്യങ്ങളും. അപ്പോൾ ജീവിതത്തിൽ സത്യസന്ധമായ ഒരു അഭിപ്രായം പറയാൻ പറ്റാത്ത അവസ്ഥ ആളുകൾക്ക്. നുണ പറയുന്ന ആൾക്കാർക്ക് എവിടെയും വിജയിച്ച് പോവും എന്നുള്ളൊരു തോന്നലുണ്ട്. പക്ഷെ അങ്ങനെയല്ല. എന്നെങ്കിലും ഒരിക്കലും ഒരു തിരിച്ച് വരവ് എന്തായാലും വേണ്ടി വരും. അങ്ങനെയാണ് യൂണിവേഴ്സിൻ്റെ കാര്യം. നമ്മളുടെ മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയിൽ ഒരു തിരിച്ചുവലി എപ്പോഴും ഉണ്ടാവാം. ദയവ് ചെയ്തിട്ട് എനിക്ക് എല്ലാവരോടും പറയാനുള്ളൂ, ഒരാളെ നശിപ്പിക്കണം എന്നുള്ളൊരാഗ്രഹത്തോട് കൂടിയിട്ട് ഒന്നും ചെയ്യാണ്ടിരിക്കുക. നിങ്ങൾക്ക് അവരെ ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് പോവാം. പക്ഷെ അവരുടെ നാശം കാണാൻ അല്ലെങ്കിൽ ഒരാളെ ഇല്ലാണ്ടാക്കാൻ ചെയ്യുന്ന പ്രവർത്തികൾ, വെട്ടുന്നത്, കൊല്ലുന്നത്, അങ്ങനെ ഒരു ക്രൂവലായിട്ടുള്ള മെൻറ്റാലിറ്റിയിൽ നിന്ന് മാറുക. അതിൽ ഏത് മതമായാലും രാഷ്ട്രീയമായാലും ഏത് തരത്തിലാണെങ്കിലും ഉള്ള അങ്ങനത്തെ ചിന്താഗതികളിൽ നിന്നൊക്കെ മാറി വരേണ്ടതായിരിക്കണം. എത്ര നിഷ്പ്രയാസമാണ് ഒരാളെ ഇല്ലാണ്ടാക്കുന്നത്. ഇതൊരു അവിയലായിട്ടുള്ള തോട്ടുകൾ തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം ഇപ്പം അതിനൊക്കെയാണല്ലോ മാർക്കറ്റ്. വാലും ഇല്ല, തലയില്ല, എന്തെങ്കിലും പറയുക, അത് പറയാം. പക്ഷെ ഞാൻ പറഞ്ഞതിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്, അത് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ താങ്ക് യു.